ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരെ. ഈശോ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18 അധ്യായം 1 വാക്യം. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഈശോ തൻ്റെ ദൗത്യവുമായിട്ട് നീങ്ങിയാണ്. ഈശോ വിളിച്ചു ചേർത്ത 12 പേരും ഈശോയുടെ ഒപ്പം നീങ്ങിയ. ഈ 12 പേർക്കും അവരുടേതായ ജീവിത കാര്യങ്ങളുണ്ട്, അവരുടെ പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ഈശോയുടെ മിഷനോട് ചേർന്ന് അവർ സഞ്ചരിക്കുക. അവർക്ക് കിട്ടിയ വിളിയെ അവർ പരിപോഷിപ്പിക്കുക. പ്രിയ സഹോദര സഹോദരി, നിനക്ക് കിട്ടിയ വിളിയെ നീ എങ്ങനെ പരിപോഷിപ്പിക്കുക? ഏറ്റവും സമുന്നതമായൊരു വിളിയാണ് ക്രിസ്ത്യാനി എന്ന വിളി. ക്രിസ്തുവിൻ്റെ അനുയായി, ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ട, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു വിളി. നീ എങ്ങനെ അതിനെ പരിപോഷിപ്പിക്കുക? എത്ര പേര് നിന്നെ കണ്ടിട്ട് യേശുവിനെ കൂടുതൽ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്? എത്ര പേർക്ക് നിന്നെ കണ്ടിട്ട് അവരെ ജീവിത പ്രതിസന്ധികളെ മറക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ടെന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് സഞ്ചരിക്കേണ്ട വ്യക്തിയാണ് നീ. അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം. ഒരു വിലയിരുത്തലാകാം, പുതിയ പുതിയ കണക്കൂട്ടലുകളാകാം. ഒന്നേ ഉള്ളൂ, നീ ക്രിസ്തുവിനോട് ചേർന്ന് നിരന്തരം ദൈവരാജ്യത്തെ പ്രഘോഷിച്ചുകൊണ്ട് നിൻ്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കണം. അത് സഞ്ചരിച്ച് പറ്റും. അതാണ് നിൻ്റെ ദൗത്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. ഈശോയെ, ഈ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നിന്നോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട്, നിന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുമായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടതായ നന്മകളെല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.